ഇപ്പോൾ കെ രമ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി കെ രമ, വളരെ എന്തായാലും ഇത് ഈ രീതിയിൽ പ്രതികൾക്കുള്ള ശിക്ഷാ ഇളവൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിലപ്പുറത്തേക്കൊക്കെ കടന്ന് ഇവരെ പുറത്തിറക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത്. എന്താണ് RMPയുടെ പ്രതികരണം? അതെ, ഇത് ശക്തമായ പ്രതിഷേധം ഉണ്ട് ഇതിനകത്ത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നീക്കപ്പ് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 മാസം മുന്നേയുള്ള ഒരു വിധിയുണ്ട്. അപ്പീൽ കോടതി വിധിച്ചത് ഇവർക്ക് ശിക്ഷ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. 20 വർഷം വരെ ശിക്ഷ കൂട്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതിനകത്ത് റെമിഷൻസ് പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കോടതി വിധിയിലുണ്ട്. അപ്പൊ ആ വിധിയെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഇത് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അത്തരം ഒരു പേര് പോലും ഈ ലിസ്റ്റിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് LDGPയും അതുപോലെ തന്നെ സർക്കാരും എല്ലാം മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീമതി രമ, ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക? അത് നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടും. നിയമപരമായി ഇപ്പൊ ഗവർണറെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ആലോചനയുണ്ട്. അതുപോലെ തന്നെ കോടതിയിലും സമീപിക്കും. ഈ ഇപ്പോഴുള്ള ഈ 3 പേരുകൾ TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, ഇവർക്ക് CPM നേതൃത്വവുമായിട്ടുള്ള ബന്ധമെന്തെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? അല്ല, അത് CPM നേതൃത്വമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണല്ലോ TP കേസിലെ ഈ പ്രതികൾ മുഴുവൻ. അതുകൊണ്ടാണല്ലോ എല്ലാ കാലവും വഴിവിട്ട സഹായങ്ങളാണല്ലോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതികൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിൽ അവരുടെ സുഖവാസ കേന്ദ്രമല്ലേ. എന്തെല്ലാം വഴിവിട്ട നീക്കങ്ങൾ ജയിലിനകത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ജയിലിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ. ഇതാ ഇപ്പം ഏറ്റവും അവസാനം 10 പ്രതികളെയാണ് ഒന്നിച്ച് പരോള് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പരോളിൽ ഇറങ്ങിയിരിക്കുകയും ചെയ്യാണ്. പരോളിൽ ഇറങ്ങി അവർ ആഘോഷ പാർട്ടി നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. പാർട്ടി CPMന്റെ പാർട്ടി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവർക്ക് അനുകൂലമായ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇവർ പറയുന്നത് CPMന് ദോഷമായി മാറും. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുക എന്നത് തന്നെയാണ് പാർട്ടി എപ്പോഴും സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരോൾ കൊടുക്കുന്നതും റെമിഷൻസ് കൊടുക്കാൻ തീരുമാനിക്കുന്നതും ഒക്കെ. അപ്പൊ ഇതൊക്കെ നിയമത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടികളാണ്. ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവുമായിട്ട് ആലോചിച്ച് മറ്റു നടപടികളിലേക്ക് നീങ്ങും. ശരി ശ്രീമതി